നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഡിസംബർ മാസത്തെ പൂരോരുട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. പൂരോരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന കുംഭക്കൂറിലും ശേഷം 45 നാഴിക വരുന്ന മീനക്കൂറിലുമാണ്. അപ്പോൾ കുംഭക്കൂറുകാർക്ക് 7 ശനിയിൽ ജന്മശനിയാണ്, ശനിദോഷമുണ്ട്. എന്നാൽ ശശമഹായോഗത്തിൻ്റെ ഗുണം കൂടി കിട്ടാനായിട്ട് യോഗമുണ്ട്. 4-ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അത് അത്ര നല്ല അനുകൂലമായിരിക്കുന്ന സ്ഥാനമല്ലാത്തതുകൊണ്ട് ചാരവശാൽ വ്യാഴപ്പഴമുണ്ട്. എന്നാൽ സധനു അന്ത്യം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് 12-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. ശുഭയോഗം ചെയ്തിട്ട് 10-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നുണ്ട്. പൂർവ്വപുണ്യ സ്ഥാനാധിപതിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാലും ഭവന സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ മുഖാന്തരം മാനസികമായിട്ട് ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കും. സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളിൽ കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എങ്കിലും നിവർത്തി സ്ഥാനാധിപതി സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യ സംബന്ധമായ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾക്ക് യോഗമുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടാനായിട്ട് യോഗമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ടെങ്കിൽ പോലും അഷ്ടമത്തിൽ നിൽക്കുന്ന കേതു നടുവേദന പോലെയുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായി തോന്നുകയും ചെയ്യും. അപ്പോൾ അത് കാരണം കൊണ്ട് വ്യാഴപ്പഴവിനുള്ള പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യുക. അതേപോലെ തന്നെ ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക. ശത്രുദോഷ പരിഹാരമായിട്ട് ഗണപതി ഹോമം നടത്തുക. ഇങ്ങനെയുള്ള പരിഹാരങ്ങളും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ അനുകൂലമായിരിക്കുന്ന നല്ല ഫലങ്ങൾ അനുഭവിക്കാനായിട്ട് പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവർക്ക് സാധിക്കുന്നതാണ്. എന്നാൽ പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ജന്മത്തിൽ അമൃതവശഖണ്ഡകാരകനായിരിക്കുന്ന രാഹുവും 7-ാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവും നിൽക്കുന്നത് കാരണം കൊണ്ട് എന്തിനിറങ്ങി തിരിച്ചാലും ആദ്യം ഒരു തടസ്സം അനുഭവപ്പെടുക, സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, വിപരീത സ്വഭാവം, അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. കാര്യം ഭാഗ്യാധിപതി 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് പുത്രസംബന്ധമായിട്ടുള്ള ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിലും ചൊവ്വയ്ക്ക് അവിടെ നീചാവസ്ഥ വന്ന് 5-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് മാനസികമായിട്ടുള്ള ടെൻഷനും പിരിമുറുക്കനും വർദ്ധിക്കാനുള്ള സാധ്യതയാണുള്ളത്. സഹായസ്ഥാനത്ത് ലഗ്നാധിപതി കർമാധിപത്യം വഹിച്ച് നിൽക്കുന്നത് കാരണമുണ്ട്. തൊഴിൽ മേഖലയിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. ഗവൺമെൻറ് ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള യോഗമുള്ള സമയമാണ്. എങ്കിൽ പോലും വ്യാഴപ്പഴം ഉള്ളതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഈ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഋണവാൻ എന്ന് പറയുന്നൊരു യോഗത്തെ ചെയ്ത് നിൽക്കുന്നത് കാരണം സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനായിട്ടും 10 രൂപ ചിലവാക്കേണ്ട അടുത്ത് 20 രൂപ ചിലവാക്കേണ്ട അവസ്ഥ വരിക, ചിലവ് വർദ്ധിക്കാനും യോഗമുള്ള സമയമാണ്. എന്നാൽ സർവാഭിഷ്ട സ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത്. ആഗ്രഹിക്കുന്ന എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എങ്കിൽ പോലും ഭാഗ്യാധിപതിക്ക് നീചാവസ്ഥ വന്നത് കാരണം കൊണ്ട് വീട് വിട്ട് അന്യദേശത്ത് നിൽക്കുമ്പോഴാണ് ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുള്ളത്. നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല വഴിപാട് ചെയ്യുക. ഇങ്ങനെയുള്ള പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.